മന്ത്രി ചിഞ്ചുറാണി പറയുന്നു ഇത്തരം ആപത്കരങ്ങളായ സംഭവങ്ങൾ അവിടെ ഉണ്ടാകുന്നത് നമ്മൾ അറിയണമെന്നില്ലല്ലോ. അറിയണമെന്നുണ്ട് സാർ. അതിനുവേണ്ടിയാണ് 13-ാം തീയതി നേരത്തെ ജിമ്മി സൂചിപ്പിച്ചതുപോലെ മെയ് 13-ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഒരു സർക്കുലർ ഇറക്കുന്നത്. ആ സർക്കുലറിലെ 9-ാമത്തെ ഭാഗത്ത് വളരെ കൃത്യമായി തന്നെ പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗമാണ് യഥാർത്ഥത്തിൽ മന്ത്രിയും അതേപോലെ തന്നെ മാനേജ്മെൻറ്റും കാണാതെ പോയത്. എന്താണ് പറയുന്നത്? സ്കൂളിലേക്കുള്ള വഴി, സ്കൂൾ പരിസരം, കോമ്പൗണ്ട് എന്നിവിടങ്ങളിലുള്ള വൈദ്യുതി പോസ്റ്റ്, ഇലക്ട്രിക് ലൈൻ, സ്റ്റേവെയർ, സുരക്ഷാ വേലികൾ ഇല്ലാതെയുള്ള ട്രാൻസ്ഫോമറുകൾ മുതലായവ അപകടകരമാം വിധം കാണുകയാണെങ്കിൽ ബന്ധപ്പെട്ട KSEB അധികൃതരെ അറിയിക്കേണ്ടതും കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ്. ഇതറിയേണ്ടതല്ലേ? അതാണ് ചോദ്യം. ഒന്നുകിൽ മന്ത്രിക്ക് ഇതിനെക്കുറിച്ചൊരു കുന്തവും അറിയില്ല. ഞാൻ ചിഞ്ചുറാണി മിനിസ്റ്ററുടെ കാര്യമാണ് ഈ പറയുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ മിനിമം മൗനം പാലിക്കാനെങ്കിലും ഇന്നത്തെ ദിവസമെങ്കിലും മൗനം പാലിക്കാൻ മന്ത്രി തയ്യാറാക്കേണ്ടിയിരുന്നു. എന്നിട്ട് പറയാണ് ആ കുഞ്ഞ് വലിഞ്ഞു കയറിയത് കൂട്ടുകാരുടെ ഉപദേശം കേൾക്കാതെയല്ലേ എന്ന്. അവിടെ രാവിലെ 9 മണിക്കാണ് ക്ലാസ് തുടങ്ങുന്നത്. 8:00 കുട്ടിയും മറ്റു കുട്ടികളും അവിടെ എത്തും. നമ്മളൊക്കെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് പോയി മൈതാനങ്ങളിൽ കളിച്ചിട്ടൊക്കെ തന്നെയാണ് ക്ലാസ്സിന് പോയിരുന്നത്. അല്ലാതെ സ്പെഷ്യൽ ട്യൂഷനിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വീട് എന്ന കൂട്ടിൽ നിന്ന് സ്കൂൾ ബസ് എന്ന കൂട്ടിലേക്കും, സ്കൂൾ ബസ് എന്ന കൂട്ടിൽ നിന്ന് ക്ലാസ് മുറി എന്ന കൂട്ടിലേക്കും പോയി ജീവിക്കുന്ന കുട്ടികളല്ല മിനിസ്റ്റർ.